ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇത് ഫുൾ ടെസ്റ്റ് ആട്ടോ. ഇന്ന് ഫുൾ ടെസ്റ്റ് ഡ്രൈവാണ്. കാരണം വെച്ചാൽ ഈ സാധനം സൂപ്പറായിട്ട് വർക്കൗട്ട് ആവും. പക്ഷേ ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തതിൽ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഓക്കെ, കാറ്റടിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ഇതൊരു വഴിക്ക് പോവില്ല. കാരണം വെച്ചാൽ ഞാൻ പറയണൊന്നും കേൾക്കില്ല. നിങ്ങൾ ഫുള്ള് കാറ്റിൻ്റെ കടകടയായിരിക്കും കേൾക്കാനുള്ള ചാൻസ്. സോ അതൊന്ന് കെയർ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. മൈക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണോ? മൈക്ക് ഉണ്ട് ഓൾറെഡി, ഒന്ന് ഞാനത് എങ്ങനെയൊക്കെ കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്നലെ റൂമിൽ നിന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴേ കുഴപ്പമില്ലാണ്ട് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അറിയാത്തവരും കാണും അല്ലേ, എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. സോ കബൺ പാർക്ക് കണ്ടവരൊക്കെ ഇരിക്കുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അറിയാത്തവർ ഇരുന്ന് എന്താണ് കാണാനുള്ളതൊക്കെ, കബൺ പാർക്കിൽ എന്താണുള്ളത്, ലാൽബാഗിൽ എന്താണുള്ളത്. സോ ഇന്ന് നമ്മൾ മിക്കവാറും കബൺ പാർക്കായിരിക്കും പോകുന്നത്. ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ ലാൽബാഗിൽ പോകും. സോ ഞാനിപ്പോൾ ഉള്ളത് കബൺ പാർക്കിലാണ്. അതായത് ബാംഗ്ലൂരിലെ ഒരു പാർക്കിൻ്റെ പേരാണ് കബൺ പാർക്ക്. ഒഫീഷ്യലി അറിയപ്പെടുന്നത് ശ്രീ ചാമരാജേന്ദ്ര പാർക്ക് എന്നാണ് ഒഫീഷ്യലി അറിയപ്പെടുന്നത്. ബാംഗ്ലൂരിലെ മെയിനായിട്ടുള്ള ഒരു പാർക്കാണിത്. എന്താ പറയുക, 300ഓളം ഏക്കർ ഉണ്ട് കേട്ടോ. 300ഓളം ഏക്കർ ഉള്ള സംഭവം 1870 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സംഭവമാണ് ഈ സംഭവം. സോ കൂടുതൽ പറയുന്നില്ല. സോ ഞാൻ വിഷ്വൽസ് കാണിച്ചു തരാം. ഗൈസ്, ദേ ഈ കാണുന്നതാണ് സെൻട്രൽ ലൈബ്രറി കബൺ പാർക്കിലുള്ള ശ്രീ ശേഷാദ്രി അയ്യർ മെമ്മോറിയൽ ഹാൾ എന്നാണ്. വലിയൊരു ഇതാട്ടോ. ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ കയറിയിട്ടുണ്ടായിരുന്നു. വലിയ ലൈബ്രറി, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൈബ്രറിയാണ്. ഇതുണ്ടല്ലോ ഡോഗ്സിനുള്ള പ്രത്യേക ഏരിയ കേട്ടോ. ഈ സെൻട്രൽ ലൈബ്രറിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഡോഗ്സ് ഉണ്ടെങ്കിൽ ഡോഗ്സിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയൊരു ഏരിയയാണിത്. ഓക്കെ, ഇവിടെ ഡോഗ്സ് മാത്രം ഉണ്ടാവുക. കബൺ പാർക്കിന് കുറേ ഗേറ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ അറിവിൽ തന്നെ 1, 2, 3, 4, 5 ഗേറ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് വഴിയെല്ലാം കയറിപ്പോവാം. ഫ്രീ എൻട്രൻസ് ആണ്, അവ എൻട്രി ഫീ ഒന്നുമില്ല. യെസ്, ഇതാണ് വിധാൻ സൗധ, കർണാടകൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ജസ്റ്റ് കബൺ പാർക്കിൻ്റെ പുറത്ത് തന്നെയാണ്. നിങ്ങൾ കബൺ പാർക്കിൽ വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം, നമുക്ക് വായിച്ചോളാം. ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക്. ഇവിടെ എന്തിനാ കരയണേ നീ? എന്തിനാ നീ കരയുന്നേ? ഇതിന് പുറത്ത് തന്നെ കേട്ടോ.
കർണാടക ഹൈക്കോർട്ടും ഇതിന് തൊട്ട് പുറത്ത് തന്നെയാണ് കർണാടക ഹൈക്കോർട്ടും. സോ നിങ്ങൾക്ക് കബ്ബൺ പാർക്കിൽ വരുവാണെങ്കിൽ കബ്ബൺ പാർക്ക് കാണാം, പുറത്ത് വിധാനസൗധ കാണാം, അതിൻ്റെ തൊട്ട് പുറത്ത് ഹൈക്കോർട്ടിൻ്റെ ബിൽഡിംഗ് കാണാം. ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല, ഇവിടുന്ന് കാണാം. ഇതിൻ്റെ അടിയിലോട്ട് മെട്രോ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെ 8 സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടിലൂട്ടിയാട്ടോ പോകുന്നത്. ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. പർപ്പിൾ ലൈനാണ്, പർപ്പിൾ ലൈൻ. പർപ്പിൾ ലൈൻ ഇത് കാണുന്ന കേട്ടോ കർണാടക ഹൈക്കോർട്ട് തൊട്ട് പുറത്താണ്. ഓക്കെ, റെഡ് കളറിൽ കർണാടക ഹൈക്കോർട്ട് കേട്ടോ. ഇവിടെ 7ഓളം ഗേറ്റ് ഉണ്ട് കേട്ടോ. കബ്ബൺ പാർക്കിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി 7ഓളം ഗേറ്റ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് വ്യൂ ഫാമിലി ഫാമിലീസിനും കപ്പിൾസിനും ഫ്രണ്ട്സിനും ഡോഗ്സിനും ഒക്കെ പറ്റിയൊരു പാർക്കാണ്. വളരെ എന്താ പറയുക, ഈ വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ ദിവസം കിട്ടുവാണെങ്കിൽ ഇവിടെ ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു റിലാക്സേഷനാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സൈക്കിൾ റെൻറ്റിന് കിട്ടും കേട്ടോ. നിങ്ങൾ കയറിയ എൻട്രൻസ് ഒറ്റ എൻട്രൻസിൽ സൈക്കിൾ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ സൈക്കിൾ റെൻറ്റിനെടുത്ത് പോകാൻ പറ്റും. ഓക്കെ, സോ എത്ര റേറ്റ് എനിക്കറിയാം, ഞാൻ ചോദിച്ചു. ഗേറ്റ് നമ്പർ 6 കബ്ബൺ പാർക്കിൽ ശ്രീ ചാമരാജ പാർക്കിനടുത്ത് ഗേറ്റ് നമ്പർ 6 നിങ്ങൾക്ക് എന്ത് കിട്ടുക, സൈക്കിളിൻ്റെ റെൻറ്റിന് കിട്ടുക. 1 മണിക്കൂറിൽ 25 ഉറുപ്പ്യ വെച്ചിട്ടാണ് അവർ വാങ്ങിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID അവിടെ ഏൽപ്പിച്ചിട്ട് പേ ചെയ്തിട്ട് സൈക്കിൾ എടുക്കാം. 25 രൂപ പെർ അവർ.